ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അന്ന് പരീക്ഷയുടെ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സമ്മർ വെക്കേഷൻ അടിച്ച് പൊളിച്ച് ഒക്കെ തീരാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ സമ്മർ വെക്കേഷൻ ഒരു 3 വീക്സ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഇറ്റലി, സ്പെയിന്. വീലോഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രിപ്പിൻ്റെ വീലോഗാണ്. ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ, ഹിസ്റ്റോറിക് സാധനങ്ങൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം അതൊക്കെ കാണുമെങ്കിൽ വിക്കിയിലോ അല്ല യൂട്യൂബിലോ ഒക്കെ കയറി കണ്ടാൽ മതി. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫാമിലി ആയിട്ടുണ്ടായിരുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയാണ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പിള്ളേരും പിറുങ്ങണിയും എല്ലാവരുമായിട്ട് പോകുമ്പോഴത്തേക്കും സൗകര്യമൊക്കെ കിട്ടുമ്പോൾ ഫോൺ എടുത്ത് പിടിച്ച് അങ്ങനെയൊക്കെ എൻ്റെ കൂടെ വേറെ ക്യാമറമാനൊന്നും ഇല്ല, അറിയാമല്ലോ. എൻ്റെ ഓൾ ഇൻ ഓൾ പെർഫോമൻസ് ഞാൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ക്ലാരിറ്റിയോ സൗണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സഹിക്കുക, ക്ഷമിക്കുക. ഞാനിത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഈ വീലോഗിങ്, ട്രാവൽ വീലോഗിങ് പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ നാടല്ലാത്തത് കൊണ്ട് അവർക്ക് നമ്മൾ സംസാരമൊന്നും മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഒട്ടും പതുക്കെയൊന്നുമല്ല, നല്ല ഉച്ചത്തിൽ കിടന്നാലും മലയാളം സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇട്ടിട്ടുള്ള കുറേ റീൽസ് കാണാൻ പറ്റും. അത് ഇനി യൂട്യൂബിൽ പതുക്കെ ഷോർട്സ് ആയിട്ട് ചിലതൊക്കെ ഇടണം, ചിലതൊന്നും ഇടൂല. കാരണം റിലേഷൻഷിപ്പ് വരുന്ന റീൽസ് ഒന്നും ഇൻസ്റ്റയിൽ അധികം യൂട്യൂബ് ഷോർട്സിൽ അധികം ഓടുന്നില്ല എന്നുള്ള റീസൺ കൊണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഇറ്റലി ആൻഡ് സ്പെയിനിലാണ് പോയിരിക്കുന്നത്. ആദ്യത്തെ കുറേ ഭാഗം ഇറ്റലിയാണ്, പിന്നെ നമ്മൾ സ്പെയിനിലേക്ക് പതുക്കെ കയറും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് എല്ലാ ഷോർട്സ് തുടങ്ങുന്നതിന് മുന്നേ ഹലോ ഗൈസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. സോറി, അതെനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. കാരണം എനിക്ക് അത് എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ ഒരു ഹലോ ഗൈസ് ഇങ്ങനെ വരും. അപ്പം നിങ്ങളതൊന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ നമ്മൾ കഴിച്ച ഫുഡ്, പലതരത്തിലുള്ള ഫുഡ്, കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിസയെ പാസ്തയൊക്കെ മടുത്ത് പിന്നെ ഇന്ത്യൻ ഫുഡായി. അപ്പോൾ കുറേയൊക്കെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചു. എല്ലാം ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം ചെറുതാക്കി കുറച്ച് നമ്മുടെ ഫാമിലി മൊമെൻറ്റ്സ് ഒക്കെ മാത്രമേ ഇടാൻ നോക്കിയിട്ടുള്ളൂ. കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, ഗോയിങ് ടു ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യയിലാണ് അങ്ങോട്ടേക്ക് പോയത്. ബാക്കിലൊരു വായും തുറന്ന് ഉറങ്ങുന്നുണ്ട്. റിയ ഹായ് പറയുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഹിമാലയാസിന്റെ അവിടെ ഭയങ്കര ഭംഗിയുള്ള സ്നോ മൗണ്ടൻസ്, ഒരു രക്ഷയില്ലായിരുന്നു. ആസ് യൂഷ്വൽ എയർ ഇന്ത്യയിൽ ഒരു എന്റർടൈൻമെന്റ് സിസ്റ്റം, TV വർക്ക് ചെയ്യുന്നില്ല. പിള്ളേർക്ക് നല്ല ബോറായിരുന്നു. ഫുഡ് ഒരു കാശിന് കൊള്ളില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു എയറോപ്ലെയിൻ അല്ലേ, ഫുഡിൽ തരുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ. ഇത് മനുഷ്യൻ വായ വെക്കാൻ കാണാനൊക്കെ ലുക്ക് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത, വൃത്തിയില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ്. ആൻഡ് ബാത്റൂമിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒട്ടും വൃത്തിയില്ല. TV ഒരൊറ്റ ആൾക്കാർക്ക് 2-3 പേർക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്തി നോക്കി അവരുടെ TV എന്നൊക്കെ കാണേണ്ട ഗതികേടായിരുന്നു. നമ്മൾ ഇറ്റലി മിലാനിലെത്തിയിരിക്കുകയാണ്. രാവിലെ എണീറ്റ് നമ്മളൊരു ഡെസ്റ്റിനേഷൻ കത്തീഡ്രലിൽ പോവുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എല്ലാവരും 10-400 ലെയറൊക്കെ ഇട്ടിട്ടുണ്ട്. റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നാടുമായിട്ട് ഒരു കാണിച്ചു കൊടുക്കാം. 3-4 മണിക്കൂറുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് നോർമൽ നടപ്പാത. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദെൻ വി നീഡ് ടു ഗോ ടു ഡുവോമോ. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ഡുവോമോ മിലാനോ കത്തീഡ്രൽ. യൂറോപ്പിലുള്ള 2nd ലാർജസ്റ്റ് കത്തീഡ്രൽ, വേൾഡിലെ 3rd ലാർജസ്റ്റ് കത്തീഡ്രൽ കാണാൻ പോകുന്ന പോക്കാണ്. ഏതോ പള്ളിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു കട തുറന്നിട്ടുണ്ട്. കാപ്പി കുടിക്കാനായി അങ്ങോട്ടേക്ക് യാത്ര ഒരുങ്ങുകയായി. കുറച്ച് രാവിലെ ഇത്തിരി ഏർലി ആയിപ്പോയി. അത് കാരണം ഇവിടെ റോഡിലൊന്നും കടയിൽ തുറന്നിട്ടില്ല, ആളുകളും ഇല്ല. അതാണ്. ഇനിയിപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്ന് കാണാം. അപ്പം ഇവിടെ ലുക്ക് തന്നെ വേറെ ആയിരിക്കും. ഗൈസ്, എൻ്റെ ബാക്കിൽ കാണുന്നത് ഇറ്റലിയുടെ ആദ്യത്തെ കിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. നേരെ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ കൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഈ തണുപ്പത്ത് ഈ കുട്ടി എങ്ങനെയാണ് ഈ തുണിയിട്ട് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മൾ കത്തീഡ്രലിൻ്റെ മേൽ കയറാൻ വേണ്ടി സ്റ്റെപ്സ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലത്തെ കൊടും ചൂടത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ജാക്കറ്റൊന്നും തണുപ്പ് താങ്ങുന്നില്ല. ആദ്യത്തെ 2 ദിവസം ഭയങ്കര പാടായിരുന്നു. റിയയുടെ ഈ സ്വെറ്ററൊന്നും ഒട്ടും അവൾക്ക് പറ്റുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് പിന്നെ ഷൂസും സ്വെറ്ററൊക്കെ വാങ്ങിച്ചപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. പിന്നെ അതിൻ്റെ മേലിൽ കയറി ഇറങ്ങാൻ നല്ല വിശപ്പായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ വഴിനീള കടകളാണ്, ഒരു രക്ഷയില്ല. ഫുഡ് വേണം നമ്മൾ കോതി വിട്ട് നാക്കിൽ വെള്ളം ഓറും. പക്ഷെ ഈ സാധനത്തിന്റെ പേര് എന്തായിരുന്നു റിയ? കെനോലി അല്ലല്ല, കെനോലി. ഈ സാധനം വലിയ സുഖമൊന്നുമില്ല, കഴിച്ചപ്പോൾ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. പിസ്താഷ്യോ കൊള്ളാമോ? നമ്മളിവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നു. നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ
കത്തീഡ്രലുണ്ട്. പിന്നെ നമ്മൾ സ്പൈറ്റി മീറ്റ് ബോൾസ്, ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ഉണ്ടാക്കല്ലേ, മീറ്റ് ബോൾസ് ഒക്കെ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇവിടെ നമ്മൾ പാസ്ത ഓർഡർ ചെയ്തു. നമ്മളിവിടെ ഒരു ജെലാറ്റോ കടയിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ചക്ക പോലെ കൂട്ടി വെച്ചിരിക്കുന്ന പല ഫ്ലേവറിലുള്ള ജെലാറ്റോകളാണ്. എന്ത് ഫ്ലേവർ വാങ്ങിച്ചാൽ ചെറി ഫ്ലേവർ അല്ലേ? പക്ഷെ വാങ്ങിക്കണില്ലേ? രണ്ടുപേരും ഒന്നും തന്നെ വാങ്ങിച്ചാൽ. ഇതാണ് ഇറ്റലിയിലുള്ള വാട്ടർ കുടിക്കാനുള്ള സ്ഥലം, വെള്ളം കുടിക്കുന്ന പൈപ്പ്. ഇത് ഫുൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, 24 മണിക്കൂർ. ഇത് 24 മണിക്കൂർ നിൽക്കില്ല ഗൈസ്. ഈ പ്ലസ് സൈനാണ് മിലാന്റെ സിമ്പിള്. ഇവിടെ ഒരു ഡെവിളിന്റെ പടം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിന് ടാപ്പുകൾ ഈ സിറ്റിക്കകത്തുണ്ട്. ഇതിങ്ങനെ ഒരു കോമൺ സ്ഥലത്തോട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ പറയുന്നത് ഇത് വേസ്റ്റേജ് ഒന്നും അല്ല ഇങ്ങനെ പോണത്. ഇതിൽ ഇങ്ങനെ പോണ വെള്ളം ഇവർ അഗ്രികൾച്ചറിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ വെള്ളം കുടിക്കാം എന്നാണ് പറയുന്നത്. പിസ്സ, പാസ്ത എന്നിവ കഴിച്ച് മടുത്ത് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. കണ്ടാലും ഒരു പാകിസ്ഥാനി എന്തോ ഒരു സെറ്റപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ലെമൺ റൈസ്, വെജിറ്റബിൾ റൈസ്, എന്തൊക്കെയോ റൈസ്, പിന്നെ 2 കറി. ഇത്രയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. 2 ദിവസമായി ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട്. തിരാമിസു ആൻഡ് വനീലയാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ല. സ്ട്രോബെറി ആൻഡ് വനില. നീ ഏതാണ് വാങ്ങിച്ചത്? ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നപ്പോൾ കടകളിലെല്ലാം ഇങ്ങനെ ചുമന്ന കളറിലുള്ള ആക്കിയിരിക്കണ ഒരു ലിക്വിഡ് കണ്ടു. ഡ്രിങ്കിന്റെ പേരാണ് കംപാരി. ഇത് ഇറ്റാലിയൻ ആൽക്കഹോളിക് ബിവറേജ് ആണ്. അറിയാതെ ഓർഡർ ചെയ്തു. അപ്പം ഇത് ഇങ്ങനെ കുടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് കുടിച്ച് നോക്കി. അയ്യോ ഒരു നരച്ച മുടി, അതൊക്കെ പോട്ടെ. കുടിച്ച് വലിച്ച് ഇളുത്ത് പിടിക്കണം. കയ്പെന്നൊക്കെ പറഞ്ഞ പാവയ്ക്ക് ഇത്ര കയ്പ് കാണൂല. ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രിങ്കുകൾ. കുറച്ച്. പിന്നെ നമ്മൾ ട്രാവൽ ഏജൻസി ഒന്നുമല്ല. നമ്മളെപ്പോഴും Airbnb റെൻ്റൽ വീടുകളൊക്കെയാണ്. നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാം ട്രാവലിംഗ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾക്ക് US പാസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് വിസയൊന്നും വേണ്ട. പിന്നെ ഇതാണ് നമ്മൾ മിലാനിൽ താമസിച്ച വീട്ടിൻ്റെ കിച്ചൻ്റെ അലമാരിക്കാതിരുന്ന സാധനം. ഞാൻ എന്തോ ഒരു സാധനം കണ്ടു. വെണ്ണമ്പിള്ള എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ഇത് ആർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇത് ആർട്ട് തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. ട്രെയിൻ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാണ് ഗൈസ് നമ്മൾ പോകുന്ന ട്രെയിൻ. നമ്മുടെ വന്ദേ ഭാരത് പോലെയൊക്കെ തന്നെ തൊട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 42, 43, 44, 45 ആണ് നമ്മുടെ സീറ്റ്സ്. രണ്ടും ബാക്കിലും ഇരിക്കണം. ഗൈസ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നു, കപ്പലേണ്ടി കൊണ്ടുവന്നു. പൈസ ഗൈസ്. അപ്പം നമ്മൾ വെനീസ് ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ആ വെള്ളത്തിൻ്റെ ഗ്രാൻഡ് കനാലിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് ഇവിടെയൊക്കെ വാട്ടർ ടാക്സികൾ മാത്രമേ ഉള്ളൂ. കാരണം മൊത്തം വെള്ളമാണ്. വാട്ടർ ടാക്സി പിടിക്കണോ മറന്നു പോകണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്ന വീട്ടിലെത്താൻ. സോ ലെറ്റ്സ് സീ. അങ്ങനെ വെനീസ് വാട്ടർ ടാക്സി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് വാട്ടർ ടാക്സി എന്ന് പറഞ്ഞാൽ വാട്ടറിൽ കൂടെ പോകുന്ന ടാക്സി. ഇവിടെ റോഡില്ല അറിയാം, ഇവിടെ ഫുൾ വെള്ളം മാത്രമേ. വാട്ടർ ടാക്സി ഉപേക്ഷിച്ച് നമ്മൾ വെനീസിന്റെ ബീച്ചുകളിലൂടെ നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ തൽക്കാലം ബാഗൊക്കെ തൂക്കി നടക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ അധികം ആരോഗ്യമില്ല. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോ. അപ്പൊ നമ്മൾ ഡേ 2 വെനീസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വെനീസിനെ കുറിച്ച് ചരിത്രം പറയുവാണെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. മൊത്തം ഒരു ലഗൂണിന്റെ മേളിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. എല്ലാ വർഷവും 2 മില്ലിമീറ്റർ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. പണ്ടത്തെ റോമൻസിന്റെ അറ്റാക്ക് പേടിച്ച് കുറെ സംഘം ആൾക്കാർ വന്ന് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഇത്. ഞങ്ങളപ്പോൾ ഗൊണ്ടോള റൈഡിൽ കയറിയിരിക്കുകയാണ്. ഫേമസ് ഗൊണ്ടോള റൈഡ് വെനീസ്. വഴിയിൽ കൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതൊരു പക്ക ടൂറിസം സ്ഥലമാണ്.
ചേട്ടൻ സിഗരറ്റ് വലിക്കുന്നു. ഇവിടെ വീടുകൾ, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള വീടുകളെല്ലാം മിക്കത് എയർബിഎൻബി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കും. വെനീസിൽ പോയത് എന്തായാലും ഒരു അതിശയം തന്നെയായിരുന്നു. ആ നാട്ടിൽ റോഡില്ല. അവിടെ എന്തെങ്കിലും മെയിൽ വരണമെങ്കിലും അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരും എല്ലാവരും നടന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ബോട്ടിൽ കയറി അവരുടെ സ്ഥലത്ത് പോയി നമ്മളെ കയറിയ ബോട്ടിൽ നിന്ന് ഇറങ്ങി അവർ ഡ്രോപ്പ് ചെയ്തു. ചേട്ടന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കൺട്രീസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഫുൾ അവിടുത്തെ നൈറ്റ് വ്യൂ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതേ സെയിം തിങ്ങിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് എനിക്ക് തോന്നുന്നു ദുബായിലും വേഗസിലും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതിൻ്റെ അടുത്ത് പോലും വരില്ല എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. ഇനിയും കുറച്ചു നേരം ഭാര്യയും ഭർത്താവും മാത്രമുള്ള റൊമാൻസ്. പിള്ളേരുടെ അടുത്ത് കൊടുത്തിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഭയങ്കര മടിയാണ്. പിന്നെ പ്ലീസൊക്കെ പറഞ്ഞ് എടുത്ത് തരും വീഡിയോ. എൻ്റെ പുറകിൽ കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച. സൺസെറ്റ് ആവാറായി. ഭയങ്കര ഭംഗി പുറകിൽ. ആഹാഹാ. സെന്റ് മാർക്കസ് ബസിലിക്ക ആണ് ബാക്കിൽ കാണുന്നത്. ഭയങ്കര ഭംഗി. വെനീസിൽ നമ്മൾ താമസിച്ച വീട് ഒരു ഇൻട്രസ്റ്റിംഗ് വീടായിരുന്നു. നല്ല ക്യൂട്ടൊരു വീടായിരുന്നു. ഒരാൾ ഇറ്റാലിയനാണ്. അയാൾ റെൻറ്റ് ചെയ്ത്, അയാൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. അയാൾ വന്ന് താക്കോലൊക്കെ തന്നിട്ട് അയാൾ പോയി. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ വിചാരിക്കുക അലമാരയാണെന്ന്, പക്ഷേ അതൊരു കിച്ചണായിരുന്നു. ഇപ്പം നോക്കിയോ, തുറക്കുമ്പോൾ അടിപൊളി ക്യൂട്ട് സെറ്റപ്പ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. നമ്മുടെ നാട്ടിലൊക്കെ പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്ന് അറിഞ്ഞൂടെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ വെച്ചാൽ ഭയങ്കര സൗകര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നിൽക്കും. നമ്മൾ 2-3 ദിവസത്തെ രാത്രിയിലത്തെ ഫുഡൊക്കെ ചിലപ്പോഴും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് അങ്ങനെ ഫുഡിന് കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ നമുക്കൊരു ഫ്രണ്ടായിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു, ഒരു കുക്കുടുവാസ് ചുപ്രാച്ചി ഗുണ്ടുമണി പൂച്ച. അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഫ്ലോറൻസ് ഇറ്റലിയിൽ വന്നിട്ട് ലഞ്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ചിന് എന്തൊക്കെയുണ്ട്? ബ്രോക്കോളി ഉണ്ട്, എന്തോ ഒരു പച്ചില, പിന്നെ കുഞ്ഞു ടൊമാറ്റോസ്, പിന്നെ ഈ പാസ്ത എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഡെസേർട്ടായിട്ട് ഈ സാധനം. നമ്മൾ ഇവിടെ 20 ദിവസത്തെ ട്രിപ്പിനാണ് വന്നേക്കുന്നത്. അപ്പം എല്ലാ നേരവും വെളിയിൽ നിന്ന് കഴിക്കണം. അപ്പം പിന്നെ നമ്മൾ ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ പാസ്തയില്ലേ, നൂഡിൽ പാസ്തയാണ്. ഇത് കുറച്ച് ബോയിൽ ചെയ്യാൻ ഒരു 10 മിനിറ്റ് എടുക്കും. അത് ഫ്രീ ഉള്ള സമയത്ത് ബോയിൽ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ട്രിപ്പിനൊക്കെ കറങ്ങാനൊക്കെ പോയിട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതുണ്ടോ, ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ ചിക്കൻ ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത രീതിയിൽ തന്നെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞ് പാക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ പെപ്പറും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം പാസ്ത. എന്നിട്ട് പാസ്ത സോസസ് ഉണ്ട്, പിന്നെ കുറച്ച് വേണ്ട ഒലിവ് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് അതിൻ്റെ കൂടെ ഉപ്പിട്ട മാങ്ങ ടേസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള സോസ് നമുക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ്, പെസ്തോ സോസ്, പച്ചക്കടല അറിയാം. ഇഷ്ടപ്പെട്ട അടിപൊളി ടേസ്റ്റ് അല്ലേ? ഇതാണ് ഫുഡിൻ്റെ കോലം. കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടി. ഫ്ലോറൻസിൽ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. അവസാനം 5 രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങിക്കേണ്ടി. 5 രൂപയല്ല. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് സാന്റാ മറിയ ബസിലിക്ക കണ്ട ഡോം കണ്ട. ഫ്ലോറൻസിലുള്ള സിങ്കാ ടെറ എന്ന് പറയുന്ന എവിടെ കാണിക്കണം അറിയാ? അവിടെ അത് കാണിക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് അത്ര ഭംഗി കാണാൻ പറ്റില്ലാണ്ട് കളർഫുൾ ഹൗസസ് ആണ്. നമ്മളിങ്ങനെ ഒരു ഹൈക്ക് ചെയ്യാണ്. മഴയാണെങ്കിൽ നമ്മളും കളർഫുൾ ഹൗസസ്. മഴയത്ത് നമ്മൾ ജസ്റ്റ് ഈ മലയുടെ മേളിലൊന്ന് പെട്ടെന്ന് കയറിയിട്ട് അത് ഫുൾ അനുഭവിച്ചറിഞ്ഞിട്ടങ്ങ് പോകാമെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ ഗ്രേപ്സ് ഉണ്ട്, റോസ് ഉണ്ട്, ലെമൺ നിറയെ ഉണ്ട്. റിയ കുഴിക്കാതെ വീഴല്ലേ. ഇവിടെ നോക്കി ഇതിൻ്റെ സൈഡിലൊക്കെ കയറി നല്ല നല്ല ചെടികൾ. പിന്നെ ദാണ്ടേ ഇവിടെ വെതർ അത്ര നല്ലതല്ല, അല്ലാതെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വ്യൂസ് കാണാമായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ മലയൊക്കെ ഉണ്ട്. ഇപ്പോൾ ദൂരെ നിന്ന് കാണാൻ പറ്റും. ഒരു കുഞ്ഞു സ്റ്റെപ്പ്. അങ്ങനെ നോക്കുമ്പോൾ ലെമൺ കാണുന്നുണ്ട്. കുഞ്ഞു ലെമൺ നമ്മുടെ നാട്ടിലൊരു പുത്തരി അല്ല. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിലെ ബാക്ക് യാർഡിലൊക്കെ ലെമൺ വളം നിൽപ്പുണ്ട്. പക്ഷേ ഇങ്ങനെ നിറയെ നാരങ്ങ വളം നിൽക്കുന്ന ലെമൺ ട്രീ
നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെങ്ങോട്ടാണ് പോണത്? ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവം, നമ്മുടെ ലാലേട്ടനെ പോലെ ചെരിഞ്ഞ് നിൽക്കുന്ന ലീനിങ് ടവർ ഓഫ് പിസ. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരിക്കാതെ ഈ സംഭവത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ട്രെയിൻ പിന്നെയും ഫ്ലോറൻസിൽ നിന്നും റോമിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഹലോ ഗൈസ്, അതെ. അപ്പോൾ ഈ ട്രെയിനിലെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു. ഇതിനകത്തൊരു എന്ത് ആധുനികമായ ടെക്നോളജി. അടിപൊളിയല്ലേ? ഇത്ര വൃത്തിയുള്ള ഒരു ട്രെയിൻ എവിടെ കാണാൻ പറ്റും? മച്ച് അവൈറ്റഡ്. ഇറ്റ്സ് ആൻ ആർക്ക്. എവിടെ? കൊളോസിയം. ഏകദേശം 4 ലക്ഷം ആളുകൾ ഇതിനകത്ത് ചത്തിട്ടുണ്ടെന്ന്. ഗൈസ്, അപ്പൊ നമ്മൾ റോമിൽ ഇന്നത്തെ വണ്ടർഫുൾ കാലാവസ്ഥയിൽ നടന്ന് വേറൊരു കൺട്രിയിലേക്ക് പോവുകയാണ്. റോമിൽ നിന്ന് നടന്നു പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് വത്തിക്കാൻ സിറ്റി. അതെ, വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കൺട്രിയാണ്. സോറി, വത്തിക്കാൻ. ഈ പുറകിൽ കാണുന്നതാണ് വത്തിക്കാൻ എൻട്രി. അപ്പോൾ ഗൈസ്, പുറകിൽ കാണുന്നതാണ് സെയിന്റ് പീറ്റേഴ്സ് ബസലിക്ക, വത്തിക്കാൻ സിറ്റി. ഇറ്റലിയുടെ റിനൈസൻസ് സമയത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു കത്തീഡ്രലാണ് സെയിന്റ് പീറ്റേഴ്സ് ബസലിക്ക. ബാക്കിൽ വരണുണ്ടോ? എവിടെ 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 ആര് വരണം ബാക്കിൽ? യെസ് നമ്മളപ്പം ഒരു സ്പെഷ്യൽ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. റോമിൽ കേരള റെസ്റ്റോറൻറ്റ്. എന്നാണ് റിയ എടുത്ത് കഴിച്ച ജീരകമാണ്. സ്പിറ്റി ഫുഡ് കാണിച്ചു തരാം. കേരള മീൽസ് ഇൻ റോം. എന്തൊക്കെയാണ്? ബീഫ്, ചിക്കൻ, ഫിഷ് കറി, പപ്പടം, മീൻ ഫ്രൈ ഉണ്ടല്ലോ. ഫുൾ ഓറഞ്ച്, മരം നിറച്ചു ഓറഞ്ച്. ഈറ്റ് ചെയ്യാനൊന്നും പറ്റൂല, ഇത് പറിക്കാനൊന്നും പറ്റൂല. നമ്മൾ റോമൻ റിമെയിൻസ് കാണാൻ വന്നിരിക്കുകയാണ്. വേണ്ട, പണ്ട് കാലത്തിലുള്ള സ്ട്രക്ചേഴ്സ്, റോമൻ ഫോറം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. റോയിൻസ്, അത് തന്നെ പറഞ്ഞില്ല, റോയിൻസ് ഇവിടെ കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകപ്രശസ്തമായ പാൻതിയൺ എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ മാർബലിൻ്റെ മൂട്ടിലാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ വെളി രാജ്യങ്ങളിലുള്ള ആൾക്കാർ ലൈൻ നിൽക്കുന്നത് എന്തൊരു അച്ചടക്കമാണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ മറ്റേ ബാറിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരിടത്തും ലൈന് നിൽക്കാൻ ഒരുത്തർക്കും പറ്റൂല. എന്തൊരു കഷ്ടമാണ്. ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടേ പറ്റൂ. ഇതിനകത്ത് നട്ടുച്ചയാകുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം നമ്മുടെ തലയിൽ തന്നെ അടിക്കുന്നു. ഇത് നമ്മൾ വഴി കൂടെ നടന്നപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ അവർ ഫ്രഷായിട്ട് പിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പം ഫ്രഷായിട്ട് അവിടെ കുറേ സ്ത്രീകളിരുന്ന് ഇതിനു വേണ്ടി പരത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കും തോറും ഇംഗ്ലീഷ് അറിയാമെന്നുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലത്തൊക്കെ എന്താവും എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെയാണ് മാക്സിമം നമ്മൾ ഊബറൊക്കെ പിടിച്ചത്. അപ്പം മറ്റേ സ്ഥലങ്ങളൊന്നും സംസാരിക്കേണ്ടി വന്നില്ല, എല്ലാം നടത്തുമായിരുന്നു. പിന്നെ മിക്കവരും ഇംഗ്ലീഷ് പറയുന്നുണ്ടായിരുന്നു. ഇനിയുള്ള സ്ഥലങ്ങളിൽ കണ്ടറിയാം. അവർ സ്പാനിഷ് പറയും, നമ്മൾ ഇംഗ്ലീഷ് പറയാം. അങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വിചാരിച്ചു നമുക്കൊരു സുബാറു ആണ് കിട്ടിയിരിക്കുന്നത്, ഒരു വാഗൺ സംഭവം. 2-3 ദിവസം ഇതിലായിരിക്കും യാത്ര. ഗൈസ്, അപ്പം ഏതോ ഒരു മഹത് വ്യക്തി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ചാവാൻ കിടക്കാൻ നേരത്ത് നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയെന്നൊന്നും എന്നല്ല ഓർക്കാൻ പോകണം, നമ്മൾ എത്ര നല്ല മെമ്മറീസ് ഉണ്ടാക്കി എന്നുള്ളതും അതുമായിരിക്കും നമ്മൾ ഓർക്കാൻ പോണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത നല്ല മൊമെൻറ്റ്സ്, എവിടെയൊക്കെ പോയി അല്ലെങ്കിൽ എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്തു, അതൊക്കെയാണ് ഓർക്കാറുള്ളത്. ഒരിക്കലും നമ്മൾ ചീത്ത മൊമെൻറ്റ്സിനെ പറ്റി ആലോചിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സെൻറ്റി ആയിപ്പോയല്ലേ. സോറി. ഈ കടൽ തീരം വളരെ അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് സാൻഡും. ചെറിയൊരു ജലദോഷം പിടിച്ചു, എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും 10-15 ദിവസം ട്രിപ്പ് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു ചെറിയ അസുഖമെങ്കിലും എനിക്ക് പിടിക്കണം. അതാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം മാഡ്രിഡ്, സ്പെയിനിലാണ്. എൻ്റെ ബാക്കിലായിട്ട് കണ്ടത്, അതുകൊണ്ട് ഇവിടെ കണ്ട സൂയിലാണ് കേട്ടോ. ഇവിടെ നാച്ചുറലാണോ ആർട്ടിഫിഷ്യലാണോ അറിഞ്ഞൂടാ. കുറേ ബേർഡ്സിൻ്റെ നെസ്റ്റ് കണ്ട ഇരിക്കുന്നത്.
പാർക്കാണ് ബാക്കിൽ. റിയ പാർക്കിൽ കളിക്കാൻ വേണ്ടി പോയിട്ട് പേടിച്ച് ഓടിച്ച് തിരിച്ചു വന്നു. കാരണം കുറേ നെസ്റ്റും കുറേ അമ്മയും പിള്ളേരുമായിട്ട് കാണിച്ചു. എവിടെ റിയ മയിലിനെ കണ്ട? എവിടെ? ഓ, ഇത് ഫ്രീ ആയിട്ട് നടക്കണല്ലേ? അതെന്താണ് അവിടെ നിൽക്കുന്നത്? പീഹൻ. അത് ഓക്കെ, പീകോക്ക്. ബട്ട് മലയാളത്തിൽ മയിലെന്ന് വിളിക്കും. അവിടെ വേറെ കുറെ മയിലുകളുണ്ട്. ആ, അത് ഫ്ലമിംഗോ. ഓക്കെ, ആക്ച്വലി പറയാതിരിക്കാൻ വയ്യ, നല്ല സൂ ആണ് കേട്ടോ. നാച്ചുറൽ ബേർഡ്സ് ഒക്കെ കൂടി വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ മേളിൽ. പെൻഗ്വിൻ. ഞങ്ങൾ എപ്പം ഇന്ത്യയുടെ പുറത്ത് പോയാലും മാക്സിമം ഇന്ത്യൻ ഫുഡ് കഴിക്കാനാണ് നോക്കുന്നത്. കാരണം എനിക്കും എൻ്റെ ഫാമിലി ഫുള്ള് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ നാട്ടിലെ ഫുഡും നമ്മുടെ ആർക്കായാലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്ന് രാവിലെ നമ്മൾ ഈ ബീച്ചിൻ്റെ അവിടെ റൂമിൽ നോക്കിയാൽ ബീച്ച് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ സ്പെയിനിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻ്റർനെറ്റ് നോക്കിയപ്പോൾ കണ്ട ഇൻഫർമേഷനാണ്, ആൾക്കാർക്ക് ന്യൂഡായിട്ട് നടക്കാൻ കുഴപ്പമില്ല. ബട്ട് അതിന് വേണ്ടിയുള്ള തണുപ്പ് ഉണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് വന്നാൽ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ്. ഇതിലേക്കൂടെയൊക്കെ വേണമെങ്കിൽ നാളെ ഞാൻ എടുത്ത് കാണിച്ചിരും. പിന്നെ അർദ്ധരാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബീച്ചിൽ ഒരാൾ അവിടെ ഫുട്ബോൾ എന്തോ ബോള് രണ്ടുപേര് കളിക്കുന്നു. ഇവിടെ ഒരാളിതാ ബീച്ചിന് നടുക്ക് തന്നെ ഒരു പാർക്കല്ല, ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ കൊള്ളാം അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പെയിനിലെ വെനീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു ചെറിയ ബീച്ചാണിത്. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ പെണ്ണുങ്ങൾ വസ്ത്രം ധരിക്കാതെ ബീച്ചിൽ ഇറങ്ങുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ കുറച്ച് അന്തം വിട്ടെങ്കിലും പിന്നെ നമുക്കൊക്കെ ഉള്ള ശരീരാവയവങ്ങളായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അഡ്ജസ്റ്റായി. ഇത് പ്രത്യേകിച്ച് അങ്ങനത്തെ ബീച്ചൊന്നും അങ്ങനത്തെ വസ്ത്രവിധാനം ചെയ്യാൻ പറ്റുന്ന ബീച്ചല്ല. ബട്ട് അങ്ങനത്തെ ഒരു കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇത് എത്ര മണിയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഈ സീ സൈഡിൽ നിൽക്കുന്നത് രാത്രി 8 മണിക്കാണ്. ഏകദേശം ഒരു 9:45 വരെ ഈ സ്ഥലങ്ങളിലെല്ലാം നല്ല വെളിച്ചം കാണും. അപ്പം നമ്മൾ നിൽക്കുന്നത് ബാർസിലോണ, സ്പെയിനിൻ്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും ടോളസ്റ്റ് ചർച്ച് ലാ സാഗ്രഡ ഫാമിലിയ, അങ്ങനെയാണ് പേര്. എന്തായാലും ഏർലി 1900s പണി തുടങ്ങിയ ഈ പള്ളി ഇപ്പോഴും പണിതുകൊണ്ടേയിരിക്കുന്നു. അകത്ത് കയറാൻ ടിക്കറ്റില്ല എന്നുള്ള സങ്കടമായ വാർത്ത അറിയിച്ചു കൊള്ളുന്നു. എല്ലാം ഈ ടൂറിസ്റ്റ് കമ്പനികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇരട്ടി വിലയ്ക്ക് അവർ വിൽക്കും. എന്തായാലും നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഇപ്പം ഇവിടെ ഓൺ ദ സ്പോട്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കൊടും തണുപ്പെന്ന് പറഞ്ഞു, കൊടുമില്ല, നല്ല കുളിരുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല, പക്ഷേ എങ്കിലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങൾ ഈ സൈഡ് കണ്ടു. ആളുകൾ ഈ തണുപ്പത്തെ വെള്ളത്തിൽ എങ്ങനെയാണ് അവർ കിടക്കുന്നു എന്ന് എനിക്കറിഞ്ഞു. ഇതൊക്കെ ഇവിടെയൊക്കെ എന്തോ കല്ലൊക്കെ എടുത്തുകൊണ്ട് ഹണ്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കാണിക്കാൻ പറയുന്നുണ്ട്. എന്താണ് ഇത് സ്പെഷ്യാലിറ്റി? ഇത് 2 ഷെല്ല്, പിന്നെ ഇതാണ് റോയൽ ഷെൽ. അല്ല ഇതാണ് പർപ്പിൾ സ്റ്റോൺ ഷെൽ. പിന്നെ ഇതാണ് ബ്രൗൺ പസഫിക് ഷെൽ. ശരി, ഓക്കെ. മറ്റൊക്കെ കയ്യിലിരിക്കുന്നത് ഇതാ ഒരു മാർബിൾ ആണ്. ശരി. പിന്നെ റോയൽ റോക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം, എന്നാലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരട്ടെ. ഉടുപ്പ് ഷർട്ടിടായ ആളുകൾ നിൽപ്പുണ്ട്. പക്ഷെ ഈ വെള്ളത്തിൽ ഈ വൈകുന്നേരം 8 മണിക്ക് തണുപ്പത്ത് കിടക്കുന്നത് എങ്ങനെയെന്നുള്ളത് എനിക്ക് പക്ഷേ സംശയാസ്പദമായ ഒരു കാര്യമാണ്. വെക്കേഷനൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരാൻ നേരത്ത് ലാസ്റ്റ് ദിവസം എപ്പോഴും ഒരു ഗദ്ഗതവും ഒരു വിമിഷ്ടവുമാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതൊരു പ്രത്യേക അനുഭവമാണല്ലേ. നമ്മുടെ യാത്രയുടെ അന്ത്യഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതങ്ങനെ പൊളിച്ചു വയ്ക്കാം. അപ്പം ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്ത വിത്ത് നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം ഇത്രയും കല്ലുമ്മക്കായൻ്റെ ചെറിയ വെറൈറ്റി, കല്ലുമ്മക്കായ അല്ലാതെ മനസ്സിലായി. പിന്നെ മലയാളം അറിഞ്ഞുകൂടായിരുന്നു, ആ കക്കായ ചിപ്പിയാന്തോ. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ നമ്മുടെ ഫാമിലി യാത്രാ വീലോഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും
ഒരു കോടി നന്ദി. വീണ്ടും അടുത്ത വീഡിയോ വരയ്ക്കും നന്ദി, നമസ്കാരം. അപ്പം നാട്ടിൽ ലാൻഡ് ചെയ്ത് വന്ന പാടെ തന്നെ അടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശയും വടയും ചായ അടിച്ച് കയറ്റിയോ അത് വയറ്റിലോട്ട് ഇറങ്ങിപ്പോയ സ്പീഡ് കണ്ട എൻ്റെ അമ്മ പെറ്റ തള്ള സഹിക്കൂല. അപ്പം താങ്ക് യു, ബൈ.